ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടയുടെ പുറത്ത് വിരിച്ചു. അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. ഇവിടെ യേശുവും അവൻ്റെ ശിഷ്യന്മാരും ഒലിവ് പർവ്വതത്തിനടുത്തുള്ള ബെത്ഫാഗയിലാണ് എന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ഒരു കഴുതയുടെ പുറത്ത് സവാരി ചെയ്യുവാൻ അതിന് ഒരു ഇരിപ്പിടം ആ കഴുതക്കുട്ടിയുടെ പുറത്ത് അല്ലെങ്കിൽ കഴുതയുടെ പുറത്ത് വെക്കേണ്ടിയിരിക്കുന്നു. ഈ കഴുതകളുടെ വാരിയല്ല് അത് വളരെ നേർത്ത ഒരു വാരിയല്ലാണ്. കുതിരകളുടെ വാരിയല്ല് പരന്നതായതുകൊണ്ട് ഇരുന്ന് യാത്ര ചെയ്യുവാൻ പ്രത്യേകം ഒരു ഇരിപ്പിടമില്ല എങ്കിലും അതിന് മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുവാൻ വലിയ ഒരു പ്രയാസമുണ്ടാകില്ല. എന്നാൽ കഴുതയുടെ പുറത്തിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ മരക്കൊമ്പിൽ ഇരിക്കുന്ന പോലെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കണം അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ, തങ്ങളുടെ മേലങ്കികൾ ആ ചെറിയ കഴുതയുടെ പുറത്ത് അവർ അത് വിരിച്ച് യേശുവിന് ഇരിക്കുവാൻ പാകത്തിൽ ആ കഴുതയുടെ പുറത്തിനെ അവർ ഒരുക്കിയത്. അവർ യേശുവിനെ ആ കഴുതപ്പുറത്ത് ഇരുത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർ അവനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. നമ്മൾക്കും നമ്മുടെ രാജാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുവാൻ, എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ സ്നേഹവും അവൻ്റെ മൊഴികളും നമ്മുടെ കാതുകളിൽ എപ്പോഴും ഉണ്ടാകുവാനും, ആ ക്രിസ്തുവിൻ്റെ മൊഴികൾക്കനുസൃതമായി, ആ ക്രിസ്തുവിൻ്റെ ആഗ്രഹങ്ങൾക്കനുസൃതമായി ജീവിക്കുന്ന, അവനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഓരോ വ്യക്തികളായി നമുക്ക് നമ്മുടെ ഓരോ ദിവസവും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്കറിയാം, കഴുതകൾ ചുമടെടുക്കുന്ന ജോലിക്ക് വളരെ മികച്ചതാണ്. പക്ഷേ യുദ്ധത്തിന് പോകുന്ന ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു പ്രഭു എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് തൻ്റെ ശക്തി കാണിക്കുവാൻ ഒരു കുതിരയാണ്. കാരണം കുതിരയാണ് ഒരു രാജകീയ എഴുന്നള്ളിപ്പിൻ്റെ വാഹനം. എന്നാൽ യേശു ഒരു സാധാരണ മനുഷ്യനെ പോലെ തൻ്റെ രാജ്യത്വത്തിലേക്കുള്ള തൻ്റെ മരണത്തിലൂടെ, തൻ്റെ പുനരുത്ഥാനത്തിലൂടെ, തൻ്റെ സ്വർഗ്ഗാരോഹണത്തിലൂടെ തൻ്റെ രാജ്യത്വത്തിലേക്കുള്ള ആ യെരുശലേം നഗരത്തിലേക്കുള്ള തൻ്റെ പ്രവേശനം നടത്തുന്നത് ഒരു കഴുത പുറത്താണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ മഹത്വവും പ്രഭവും പുകഴ്ചയും അതെല്ലാം അവൻ മശിഹായായിരിക്കുന്ന, അവൻ ലോകത്തിൻ്റെ രക്ഷിതാവായിരിക്കുന്ന അവൻ്റെ ആ ദൈവത്തിൻ്റെ സ്ഥാനം, ആ സ്ഥാനം എളിമപ്പെടുത്തിക്കൊണ്ട് ഒരു സമാധാനത്തിൻ്റെ മൃഗമായ ഒരു കഴുതയുടെ പുറത്ത് ആ യെരുശലേം നഗരത്തിലേക്ക് പുറപ്പെടുകയാണ്. ആ കർത്താവിൻ്റെ വിനയവും, ആ കർത്താവിൻ്റെ താഴ്മയും, ആ കർത്താവിൻ്റെ സമാധാനത്തിനുള്ള ആ ഒരു മുന്നറിയിപ്പ്, അത് നമ്മുടെ ജീവിതത്തിലും എന്നും എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി നമുക്കും മാറുവാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.